റൂമിലേക്ക് വന്ന ആമി റെഡിയാകാൻ ബാഗിൽ നിന്നും ഒരു ടോപ്പൊക്കെ എടുത്ത് ബെഡിലേക്ക് ഇട്ടപ്പോഴായിരുന്നു ജാസ്മിനെയും കീർത്തിയെയും കുറിച്ച് ഓർത്തത്. പിന്നെ വേഗം ഫോണെടുത്ത് ഗ്രൂപ്പിൽ ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് ബെഡിലേക്ക് കിടന്നു. എന്താടി? ആദ്യം കോളെടുത്ത കീർത്തി ചോദിച്ചു. അവളെവിടെയടി? തലയും കുത്തി കിടന്ന് ഉറക്കമായിരിക്കും. രാത്രി മൊത്തം സ്റ്റെഫിൻ സാറിന്റെ തല പറത്തലല്ലയോ പണി. എന്നിട്ട് കിടക്കുമ്പോൾ നേരം വെളുക്കും. ഒങ്ങി കാണത്തില്ല. ഗുഡ് മോർണിംഗ് മക്കളെ. കീർത്തി പറഞ്ഞു തീരും മുമ്പേ ജാസ്മിൻ കോൾ എടുത്തിരുന്നു. ഓ, കെട്ടിയെടുത്തു. ഞാൻ പറഞ്ഞില്ലേടി ഇവള് പുതപ്പിനകത്ത് തന്നെയാകുമെന്ന്. ഇപ്പൊ കണ്ടോ? മൂടി പുതച്ച് ഉറക്കപ്പിച്ചിൽ കിടക്കുന്നവളെ കണ്ട് കീർത്തി പറഞ്ഞു. അത് കേട്ട് ജാസ്മിൻ വെളുക്ക ചിരിച്ചു. അത് പിന്നെ ഇച്ചായം ഉറങ്ങാൻ സമ്മതിക്കണ്ടേടി. ഉണ്ട, നീ എങ്ങനെ ഉറങ്ങാൻ സമ്മതിക്കില്ലെന്ന് പണ? ആമി തിരുത്തി. ആ, അങ്ങനെയും പറയാം. പിന്നെ കല്യാണമൊക്കെ ആയിരിക്കുന്ന നേരത്ത് തലയും കുത്തി കിടന്നുറങ്ങിയാൽ മാത്രം മതിയോ? ഭാവി കാര്യങ്ങളൊക്കെ ചർച്ചിക്കണ്ടേ? വേ, അല്ല, നീ എന്നാത്തിനാ വിളിച്ചത്? വേഗം പറ, കേട്ടിട്ട് വേണം എനിക്ക് എന്നൂടെ മയങ്ങാൻ. ഓ, ഇങ്ങനെയൊരു ഉറക്കപ്പിശാശ്. ഒന്ന് എണീക്കടി പുല്ലേ, ആമി അലറി. ഓ പിന്നെ, ഞായറാഴ്ചയായിട്ട് ഉറങ്ങാതെ പിന്നെ ഞാനിവിടെ കിടന്ന് തലയും കുത്തി മറിയാം. നീ നിന്ന് പ്രസംഗിക്കാതെ കാര്യം പറയാതി. എടി, എന്റെ പണങ്കാവ് നാളെ മുതൽ എന്നോട് കോളേജിൽ പോകാൻ പറഞ്ഞേക്കുവാ. ആഹാ, അങ്ങേർക്ക് ഇത്രയും ദിവസം കൊണ്ട് മതിയായോ? പകലെങ്കിലും സ്വൈര്യം കിട്ടട്ടെ എന്ന് വിചാരിച്ച് കാണും. കീർത്തി ഇളിയോടെ പറഞ്ഞതും ആമി അവളെ ദഹിപ്പിച്ചു നോക്കി. ഇരുന്ന് ചളി ചെറുപ്പിക്കാതെ മൊത്തം കേൾക്കടി ഊളെ. ഓ ശരി, എന്നാ ചളി പറയാത്ത തമ്പുരാട്ടി പറ, കീർത്തി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. എടി, അങ്ങേര് പറഞ്ഞു പോയി റെഡിയായി വാ, ഡ്രസ്സും സാധനങ്ങളും ഒക്കെ വാങ്ങി തരാമെന്ന്. ഞാനങ്ങനെ റൂമിലോട്ട് വന്നതാ. അതിന് നീ ഞങ്ങളെ വിളിച്ചത് എന്തിനാടി? ഡ്രസ്സ് മാറ്റി തരാനോ? ആ, അത് നേരാണല്ലോ. ജാസ്മിനും കീർത്തിയും കൂടെ ഇരുന്ന് ചോദിക്കുന്നത് കേട്ട് ആമി സ്വയം തലയിൽ കൈവച്ചു. ഓ, രണ്ടും ദുരന്തം തന്നെ. ഓ, നിന്റെ കെട്ടിയോൻ പിന്നെ പൊളിയാണല്ലോ, അത് മതി. എന്റെ പൊന്നു പടകളെ, ഞാനത് പറയാനല്ലയോ നിന്നെയൊക്കെ വിളിച്ചത്. ഒന്ന് പറയാൻ സമ്മതിക്കുമോ നീയൊക്കെ? ഓക്കെ, പറ. എടി, അങ്ങേര് കോളേജിൽ പോകാൻ പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യ. പക്ഷേ ഷോപ്പിങ്ങിന് പോകാൻ വിളിച്ചപ്പോൾ എനിക്കൊരു മടി പോലെ. ആമി മുഖം ചുളിച്ചുകൊണ്ട് പറയുന്നത് മറ്റു രണ്ടുപേരും കാര്യം മനസ്സിലാകാതെ അവളെ നോക്കി. എന്നാത്തിനാ ഇപ്പം മടി? ഷോപ്പിങ്ങിന് പോകാനല്ലേ വിളിച്ചത്? എടി അതേ, പക്ഷേ എനിക്കെന്തോ അങ്ങേരുടെ പൈസയ്ക്ക് ഉണ്ട. നീ ഒരുമാതിരി സീരിയൽ നായിക കളിക്കാതെ പോയി ഒരു മാളിങ്ങ് വാങ്ങിച്ചോണ്ട് വാടി. ഇങ്ങനെയൊക്കെ അങ്ങേർക്കൊരു പണി കൊടുക്കാൻ പറ്റൂ. ആമി പറഞ്ഞു മുഴുവനാക്കും മുമ്പ് ചാടിക്കേറിയായിരുന്നു ജാസ്മിന്റെ പറച്ചിൽ. പിന്നല്ല. കീർത്തിയും അവളെ അനുകൂലിച്ചതോടെ ആമി അവരിരുവരെയും മാറി മാറി നോക്കി. ഇരുന്ന് കണ്ണുരുട്ടാതെ വേഗം റെഡിയായി പോകാൻ നോക്കാം ആദ്യക്കൂട്ടാ. അങ്ങേരുടെ ഒരു റേഞ്ച് വെച്ച് അങ്ങേര് നിന്നെ ആപ്പയൂപ്പ കടയിലൊന്നും കൊണ്ടുപോകത്തില്ല. അപ്പോൾ അവസരം മുതലാക്കി നല്ലൊരു ഷോപ്പിംഗ് നടത്താൻ നോക്ക്. ചുമ്മാ അഭിമാനവും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാതെ. അല്ലേ തന്നെ നിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയ കളരിക്കലുകാരോട് ഇങ്ങനെയെങ്കിലും ഒന്ന് പകരം വീട്ടണ്ടേ? കീർത്തി വീണ്ടും പ്രോത്സാഹിപ്പിച്ചതും ആമിക്കും അവർ പറയുന്നതാണ് ശരിയെന്ന് തോന്നി തുടങ്ങിയിരുന്നു. അപ്പൊ പോകാം അല്ലേ? പിന്നല്ലാതെ. അങ്ങേരുടെ മൈൻഡ് മാറും മുന്നേ നീ ചെല്ലാൻ നോക്ക്. വന്നിട്ട് വിളി. പറഞ്ഞതും അവൾക്കൊരു ഫ്ലൈയിങ് കിസ് പറത്തി അവർ ഫോൺ കട്ട് ചെയ്തിരുന്നു. ആമി വേഗം ഫോൺ ബെഡിലേക്ക് ഇട്ടിട്ട് എണീറ്റ് റെഡിയാകാനും തുടങ്ങി. റെഡിയായി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു വീണ്ടും ഗ്രൂപ്പിൽ മെസ്സേജ് വന്ന സൗണ്ട് കേട്ടത്. അവൾ ആകാംക്ഷയോടെ ഫോൺ എടുത്തതും ജാസ്മിന്റെ വകെ ഓൾ ദി ബെസ്റ്റ് ആയിരുന്നു. അത് കണ്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഒന്ന് ഉറച്ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. മാളിലെത്തി ആമിയെ ഷോപ്പിലേക്ക് കയറ്റിവിട്ടിട്ട് കൂൾ ബാറിൽ ഇരിക്കുകയായിരുന്നു റയാൻ. ആമിയാണെങ്കിൽ ജാസും കീർത്തിയും പറഞ്ഞതുപോലെ ഓടി നടന്ന് തനിക്ക് വേണ്ടതൊക്കെ വാങ്ങുന്ന തിരക്കിലുമായിരുന്നു. അതേ, കഴിഞ്ഞു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നിൽ ആമിയുടെ സ്വരം കേട്ട് റയാൻ ഫോൺ മാറ്റി തിരിഞ്ഞു നോക്കി. എന്തോ വലിയൊരു ദാനം കഴിഞ്ഞതുപോലെ പിന്നിൽ വിയർത്ത് കുളിച്ചു നിൽക്കുന്നവളെ കണ്ട് അവനൊന്ന് കണ്ണു മിഴിച്ചു. നീ എന്തുവാ ഇവിടെ ജോലിക്ക് വല്ലതും കയറിയോ ഇങ്ങനെ വിയർത്തൊഴുകാൻ? ആക്കിയതാണെന്ന് മനസ്സിലായി. പക്ഷേ ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഓ തന്നെ. ഓ തന്നെ. അവൻ്റെ അതേ നാണയത്തിൽ പുച്ഛിച്ചുകൊണ്ട് മറുപടി കൊടുത്തിട്ട് അവൾ പുറത്തേക്ക് നടന്നു. പിന്നാലെ റയാനും. എവിടെയാ വാങ്ങിയത്? തൻ്റെ വാലറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ബില്ലിംഗ് സെക്ഷനിലെ നീലൻ ടേബിളിലേക്കും അതിന് താഴെയുമൊക്കെയുമായി നിരത്തി വച്ചിരിക്കുന്ന സാധനങ്ങൾക്കിടയിലൂടെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് റയാൻ ചോദിച്ചു. നിങ്ങൾക്കെന്തുവാ, കണ്ണ് കണ്ടൂടെ? ഈ ഇരിക്കുന്നതൊക്കെ കാണാൻ പാടില്ലേ? അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും കൂടി ചൂണ്ടി നിസ്സാരഭാവത്തിൽ അവൾ പറയുന്നത് കേട്ട് റയാന്റെ കണ്ണൊന്ന് മിഴിഞ്ഞുപോയി. ഇത് മൊത്തമോ? എന്തേ? ഇത്രയും സാധനങ്ങളുടെ ബില്ലടയ്ക്കാനുള്ള കപ്പാസിറ്റി ഇല്ലേ കളരിക്കൽ റയാൻ പോളിനു? തൻ്റെ അരികിലേക്ക് അല്പം ചേർന്ന് നിന്നുകൊണ്ട് ശബ്ദം താഴ്ത്തി പുച്ഛഭാവത്തിൽ അവൾ ചോദിക്കുന്നത് കേട്ടതും റയാൻ പല്ല് ഞെരിച്ചുകൊണ്ട് എടുത്ത പൈസ വാളറ്റിലേക്ക് തന്നെ തിരികെ വെച്ചിട്ട് തൻ്റെ കാർഡെടുത്ത് കൗണ്ടറിലേക്ക് നീട്ടി. അത് കണ്ട് ആമി ഊറിച്ചിരിച്ചു. ഇതുപോലെ എന്നെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ഞാനും ഇനി നിങ്ങൾക്ക് തന്നുകൊണ്ടേ ഇരിക്കുമടോ ചെന്നായേ.
അവനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ആമി മനസ്സിൽ പിറുപിറുത്തു. എന്താണ് രണ്ടും കൂടി ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ച് നിൽക്കുന്നത്? മെയിൻ റോഡിൽ നിന്ന് കോളേജിലേക്കുള്ള കോൺക്രീറ്റ് റോഡിലേക്ക് കയറിയതും അവിടെയുള്ള ചെമ്പകച്ചോട്ടിൽ നിൽക്കുന്ന ജാസ്മിനെയും കീർത്തിയെയും കണ്ട് തൻ്റെ ബുള്ളറ്റ് അവർക്കരികിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് സ്റ്റെഫിൻ ചോദിച്ചു. ഇന്ന് ആദ്യ വരും. ഞങ്ങളവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആഹാ, എന്നിട്ട് അവളുടെ കണവനൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. തലേ ദിവസവും റയാനെ വിളിച്ചത് ഓർമ്മിച്ചുകൊണ്ട് സ്റ്റെഫിൻ പിറുപിറുത്തു. ഓ പിന്നെ, എല്ലാം ഇച്ചായനോട് പറയാൻ ഇച്ചായനാരാ, അങ്ങേരുടെ അപ്പനോ? ജാസ്മിൻ കൂസലില്ലാതെ പറഞ്ഞതും സ്റ്റെഫിൻ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന വെപ്രാളത്തോടെ ചുറ്റും നോക്കി. ഇച്ചായൻ എന്തുവാ കള്ളന്മാരെ പോലെ ഇങ്ങനെ നിന്ന് പരുങ്ങുന്നേ? എന്റെ കർത്താവേ, ദേ പിന്നെ. എടി കുരുത്തം കെട്ടവളെ, ഒന്നും മിണ്ടാതിരിയടി, ആരെങ്കിലും കേൾക്കുമെടി. കേൾക്കട്ടെ. ഇച്ചായൻ ഇങ്ങനെ വിരളി പിടിക്കാൻ ഞാൻ ചീത്ത വല്ലതുമാണോ പറഞ്ഞത്? ഇതിലും ഭേദം നീ ചീത്ത വിളിക്കുന്നതായിരുന്നു. എടി കുരുപ്പേ, ഇത് കോളേജാ, ഇവിടെ ഞാൻ നിന്റെ സാറാ. സ്റ്റെഫിൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഉണ്ട, സാറും കുട്ടിയുമൊക്കെ അങ്ങ് ക്ലാസ്സിൽ. അല്ല പിന്നെ. അങ്ങേർക്ക് പഞ്ചാര അടിക്കാൻ തോന്നുമ്പോൾ ഉച്ചായ എന്ന് വിളിച്ചില്ലേ അങ്ങേർക്ക് ദഹനക്കേട് വരും. അത് കഴിഞ്ഞാൽ സാറാ പോലും. എൻ്റെ പട്ടി വിളിക്കും നിങ്ങളെ ഇനി സാറേന്ന്. ഞാനിനി ക്ലാസ്സിൽ വെച്ചും ഇച്ചായനെന്നേ വിളിക്കൂ. എൻ്റെ മാതാവേ, ഇവളോട് മുടിഞ്ഞ പ്രേമം വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് നിന്നോടല്ലയോ? എന്നിട്ട് നീ എന്നോട് പറഞ്ഞോ ഇവൾ ഇത്രയും വലിയ കച്ചറയാണെന്ന്? ഈ ചതി എന്നോട് വേണ്ടായിരുന്നു മാതാവേ. സ്റ്റെഫിൻ മുകളിലേക്ക് നോക്കി നിന്ന് പിറുപിറുത്തു. എൻ്റെ ഇച്ചായ, ഏതായാലും നമ്മുടെ കെട്ടുറപ്പിച്ചു. പിന്നെ നിങ്ങളെന്ത് തേങ്ങയ്ക്കാ ഇങ്ങനെ കിടന്ന് മരിക്കുന്നേ? ദേ പിന്നെ. എടി സാറേന്ന് വിളിക്കടി. ഇല്ല മോനെ സ്റ്റെഫിൻ മാത്യു ജോണേ, ഞാൻ നിന്നെ ഇച്ചായന്നേ വിളിക്കത്തുള്ളൂ. ജാസ്മിൻ്റെ കൂസലില്ലായ്മയും സ്റ്റെഫിൻ്റെ വെപ്രാളവും കണ്ടു നിന്ന് കീർത്തിക്ക് എല്ലാം കൂടി കണ്ടിട്ട് ചിരിയടയ്ക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എത്രയൊക്കെ അടക്കി പിടിച്ചിട്ടും അവൾ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. എടി എടി, കൂടുതൽ ചിരിച്ച നിന്റെ സി മാർക്ക് ഞാൻ കട്ട് ചെയ്ത് കളയും, പറഞ്ഞേക്കാം. സ്റ്റെഫിൻ അവളെ ഭീഷണിപ്പെടുത്തി. അതെന്ത് പണിയാ? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിലോട്ട് എന്നെ സി മാർക്കിനെ വലിച്ചിഴക്കുന്നത് ന്യായമാണോ സാർ? എന്നാ പിന്നെ ചുമ്മാ നിന്ന് കിണിക്കാതെ ഈ തലയ്ക്ക് വെളിവില്ലാത്തവളെ പറഞ്ഞ് മനസ്സിലാക്കടി. ഓ പിന്നെ, ഇത്രയും കാലമായിട്ട് അവളുടെ അപ്പനെയും അമ്മയും കൊണ്ട് പറ്റാത്ത കാര്യമാ ഇനി എന്നെ കൊണ്ട് പറ്റുന്നത്. കീർത്തി പിറുപിറുത്തു. പെട്ടെന്നായിരുന്നു റയാന്റെ കാർ അങ്ങോട്ട് വന്നത്. ഓ, ഐഡിയൽ കപ്പിൾസ് എത്തി, സ്റ്റെഫിൻ പിറുപിറുത്തു. അപ്പോഴേക്കും കാറിന്റെ ഡോർ തുറന്ന് ആമി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ആദിക്കുട്ട. സ്റ്റെഫിന്റെ അരികിൽ നിൽക്കുകയായിരുന്ന രണ്ടെണ്ണവും കൂടി തെറിച്ചു ചെന്നവളെ കെട്ടിപ്പിടിച്ചു. അവൾ തിരിച്ചും. അത് കണ്ടുകൊണ്ടായിരുന്നു റയാൻ കാറിൽ നിന്നിറങ്ങി സ്റ്റെഫിന്റെ അരികിലേക്ക് ചെന്നത്. ഇവൾമാർക്ക് ഇതെന്തുവാടാ? ആ, എനിക്കറിയാൻ മേല. പരസ്പരം കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും കടിച്ചും പരിഭവിച്ചും സ്നേഹം പങ്കിടുന്ന പെൺപിള്ളേരെ നോക്കി നിന്നുകൊണ്ട് തന്നെ അമ്പരപ്പോടെ സ്റ്റെഫിൻ പറഞ്ഞു. പക്ഷേ അവരിതൊന്നും അറിയാതെ അവർ മാത്രമുള്ള മറ്റേതോ ഒരു ലോകത്തായിരുന്നു. എങ്ങനെയുണ്ടടാ പെണ്ടാട്ടി? അവരിൽ നിന്ന് കുറച്ചു മാറി നിന്നുകൊണ്ട് സ്റ്റെഫിൻ റയാനോട് ചോദിച്ചു. പിന്നെ സൂപ്പർ അല്ലേ? പക്ഷേ വല്ലോ മിണ്ടിയാൽ കടിക്കുമെന്നേ ഉള്ളൂ. ഫുൾ ടൈം അവളുടെ പ്രകൃതം അതാ. എന്നെ കാണുന്നത് അവൾക്ക് ചതുർത്ഥിയ. സ്വാഭാവികം. ഇന്നലെ ഷോപ്പിങ്ങിന് കൊണ്ടുപോയി. അവൾ ആ മാളെടുത്തോണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കിട്ട് പണി തരാൻ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളെന്ന്. ആഹാ, കൊച്ചു മിടിക്കുക. അത് ഇഷ്ടപ്പെട്ടതുപോലെ ചിരിയോടെ സ്റ്റെഫിൻ പറഞ്ഞതും റയാൻ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇച്ചായ, ഞങ്ങൾ പോവുക. സ്റ്റെഫിൻ്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് ജാസ്മിൻ പറഞ്ഞതും അവൻ വെപ്രാളത്തോടെ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. എൻ്റെ പൊന്നു കൊച്ചെ, ഒന്ന് പതുക്കെ. ഏത് നേരത്താവോ ഈ വെളിവില്ലാത്തതിനെ പ്രേമിക്കാൻ തോന്നിയത്? അവരിരുവരുടെയും കട്ടായങ്ങൾ കണ്ട് മറ്റു 3 പേരും അറിയാതെ ചിരിച്ചു പോയിരുന്നു. ഈ നേരമൊക്കെയും റയാന്റെ കണ്ണുകൾ ആമിയെ തേടി ചെന്നിരുന്നു. സ്റ്റെഫിയെയും ജാസ്മിനെയും നോക്കി പുഞ്ചിരി തൂകി നിൽക്കുന്നവളെ കാണെ അവൻ്റെ ഉള്ളിലൊരു തണുപ്പ് പടർന്നു. പെൺപിള്ളേർ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞിട്ടും പിന്നെയും കുറേ നേരം കൂടി കഴിഞ്ഞിട്ടായിരുന്നു റയാനും സ്റ്റെഫിയും പിരിഞ്ഞത്. തിരികെ ഓഫീസിലേക്കുള്ള യാത്രയ്ക്കിടയിലും റയാന്റെ മനസ്സിൽ നിറയെ ആമിയുടെ മുഖത്ത് തെളിച്ചം തന്നെയായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് തൽക്കാലം അവളെ കോളേജിൽ വിടണ്ട എന്നായിരുന്നു താൻ ആദ്യമെടുത്ത തീരുമാനമെങ്കിലും പിന്നീടത് തിരുത്തിയത് എന്തുകൊണ്ടും നന്നായെന്ന് അവനൊരു നെടുവീർപ്പോടെ ഓർത്തുപോയിരുന്നു അപ്പോൾ. ബ്രേക്ക് ടൈമിൽ പതുപോലെ ക്യാൻറ്റീനിലേക്ക് ഓടുന്നതിനിടയിലായിരുന്നു ജാസ്മിൻ്റെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച ആരോ അവളെയും കൊണ്ട് ആളൊഴിഞ്ഞൊരു കോണിലേക്ക് മാറിയത്. യോ, മനുഷ്യനിപ്പോൾ പേടിച്ച് ചത്തേനല്ലോ. മുന്നിൽ സ്റ്റെഫിനെ കണ്ടതും അവൾ മുഖം കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ നിന്നെ അങ്ങ് ചാകാൻ വിടാനല്ലല്ലോ പൊന്നുമോളെ എൻ്റെ തീരുമാനം. പിന്നെന്തുവാ? ഇടവക പള്ളിയിൽ വെച്ച് ഈ കഴുത്തിലൊരു മിന്നു കെട്ടി അങ്ങ് പുളിന്താനത്ത് കൊണ്ടുപോയി നിന്നെ ഇങ്ങനെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കും. ഒടുവിൽ എൻ്റെ സ്നേഹത്തിൻ്റെ പ്രഷർ താങ്ങാൻ പറ്റാതെ ഇച്ചായൻ്റെ കൊച്ച് പൊട്ടിത്തെറിച്ചൊരു കുഞ്ഞു ജാസ്മിനെ ഈ കൈവെള്ളയിലോട്ട് വെച്ച് തരും. ആ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ പിന്നെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിച്ച് പൊട്ടിത്തെറിച്ച് ഒരു ജാസ്മിൻ കൂടി. അങ്ങനെ
5-6 പെങ്കൊച്ചുങ്ങളെ പെറ്റ് ഇച്ചായനെ ഇങ്ങനെ സ്നേഹിച്ച് ഒരുപാട് കൊല്ലം ജീവിക്കണം. അവസാനം എൻ്റെ ജീവൻ ഈ ഭൂമി വിടുമ്പോഴേക്കും അങ്കലാപ്പോടെ ചേർത്ത് പിടിക്കാൻ എൻ്റെ കൊച്ചൻ്റെ കൂടെ തന്നെ വേണം. എൻ്റെ കാറ്റൊക്കെ പോയി കഴിഞ്ഞിട്ട് വേണേ ചത്തോ. കുന്തം നിന്ന് കുറുകാതെ സാറൊന്ന് മാറിക്കേ. പഴംപൊരി തീരും മുന്നേ ഞാൻ ക്യാൻറ്റീനിലോട്ട് പോട്ടെ. ഒരു കൈ ചുവരിൽ കൊത്തി മറുകൈ തൻ്റെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് കൊണ്ട് ചേർന്ന് നിൽക്കുന്നവനെ പിന്നിലേക്ക് തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ജാസ്മിൻ പറഞ്ഞെങ്കിലും സ്റ്റെഫി അവളെ നിന്നുമുള്ള പിടുത്തം വിട്ടില്ലെന്ന് മാത്രമല്ല അതല്പം കൂടി നുറുക്കുകയും ചെയ്തു. എന്തുവാ വിളിച്ചത്? സാറോ? നേരത്തെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങനെയല്ലല്ലോ വിളിച്ചത്. ആ വിളി കുറച്ചുകൂടി ഫീലോടെ ഒന്ന് കേൾക്കാനല്ലയോ ഞാനിത്ര സാഹസം കാണിച്ചിങ്ങോട്ട് ഓടി വന്നത്. അതൊന്നും പറ്റില്ല, സാറ് പോയേ, അപകടം മണത്ത ജാസ്മിൻ പറഞ്ഞു. ആ നേരമൊക്കെ എല്ലാവരുടെയും മുന്നിലിട്ടവനെ വട്ട് കളിപ്പിക്കാൻ തോന്നിയ നിമിഷത്തെ അവൾ മനസ്സാൽ ശപിക്കുകയായിരുന്നു. ഛേ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അത് കേൾക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് വന്നത്. അത് പിന്നുണ്ടല്ലോ, എനിക്കേ ആരെങ്കിലും നിൽക്കുമ്പോൾ അങ്ങനെ വിളിക്കാനങ്ങ് മുട്ടും. പക്ഷേ ഇപ്പം മുട്ടുന്നില്ല. വായിലെ പല്ല് മുഴുവൻ കാണിച്ചുകൊണ്ടുള്ള ഒരു എളിയോടെ അവൾ പറഞ്ഞു. അത് സാരമില്ല, ഇച്ചായം മുട്ടിക്കാം. വേണ്ട, വേണം, ആവശ്യം എൻ്റെ ആയി പോയില്ലേ. പറഞ്ഞതും കുസൃതി ചിരിയോടെ അവളുടെ കണ്ണിലേക്ക് നോക്കി നിന്നവൻ്റെ കൈപ്പത്തി ജാസ്മിൻ്റെ ഇടുപ്പിലൂടെ ചലിച്ചു തുടങ്ങി. അവൾക്ക് തടയാൻ കഴിയുന്നതിന് മുമ്പ് അത് അവളുടെ ടോപ്പും കടന്ന് നഗ്നമായ ഇടുപ്പിലേക്ക് കടന്ന് അവിടെ അമർത്തി പിച്ചിയിരുന്നു. ഇച്ചായ, പെരുവിരലിൽ ഉയർന്നുപോയ ജാസ്മിൻ അറിയാതെ വിളിച്ചുപോയി. ഇത്രയും മതിയായിരുന്നു എനിക്ക്. ആദ്യമേ ഇതങ്ങ് വിളിച്ചായിരുന്നേ വല്ല കുഴപ്പമുണ്ടായിരുന്നോ? കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചത് ജാസ്മിൻ അവനെ കോപിച്ചു നോക്കി. പക്ഷേ അപ്പോഴും സ്റ്റെഫിൻ്റെ ഭാവം മറ്റെന്തോ ആയിരുന്നു. ഇനി രാവിലെ എന്നെ ഇട്ട് വട്ട് കളിപ്പിച്ചതിനുള്ള സമ്മാനം വേണ്ടേ? വേണ്ട. കേട്ടില്ല. വേണ്ടിച്ചായ, അങ്ങനെ പറയല്ലേ. ഇച്ചായം തരാൻ തീരുമാനിച്ചു പോയില്ലേ. പറഞ്ഞതും സ്റ്റെഫിൻ അവളുടെ തലയ്ക്ക് പിന്നിൽ കൈചേർത്ത് വെച്ച് തന്നോട് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുടികളെ ഒന്നാകെ വിഴുങ്ങി. അത്രമേൽ തീവ്രമായ ആ ചുംബനത്തിൽ ആദ്യമൊന്ന് പകച്ചെങ്കിലും പതിയെ ജാസ്മിൻ്റെ കണ്ണുകളും കൂമ്പിയടഞ്ഞു. ആമിയെ കോളേജിൽ വിട്ടിട്ട് റയാൻ നേരെ ഓഫീസിലേക്കായിരുന്നു പോയതെങ്കിലും അവിടെ ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മൂഡ് ഓഫ് പോലെ തോന്നി അവൻ നേരെ വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് ജോലികളൊക്കെ തീർത്ത ശേഷം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു ഫോണിലേക്കൊരു കോൾ വന്നത്. സ്റ്റെഫിനായിരുന്നു വിളിച്ചത്. ഹലോ, പറയടാ. നീ എവിടാ? ഓഫീസിലാണോ? അല്ലടാ, ഞാൻ വീട്ടിലാ. ഓഫീസിൽ പോയിട്ട് ഞാനിങ്ങ് പോന്നു. ഇപ്പോൾ വീട്ടിലുണ്ട്. ഫുഡ് കഴിക്കാൻ തുടങ്ങുക. അല്ല, നീ എന്താ വിളിച്ചത്? കോളേജിൽ പിള്ളേർ സ്ട്രൈക്ക് വിളിച്ചടാ. ഇന്നിനി ക്ലാസ്സൊന്നും നടക്കത്തില്ല. കോളേജ് വിട്ടു. അതുകൊണ്ട് വന്ന് നിന്റെ പെമ്പറന്നൂത്തിയെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയാൻ വിളിച്ചതാ. ക്ലാസ്സോ പോയി. എന്നാ പിന്നെ അവളുടെ മനസ്സിലോട്ട് കയറാൻ നിനക്കൊരു വഴിയൊന്നും ആവട്ടെ എന്ന് വിചാരിച്ചു. സ്റ്റെഫിൻ പറഞ്ഞതും റയാൻ്റെ ചുടികളിലൊരു വാടിയ പുഞ്ചിരി വിടർന്നു. ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ട് നേർരേഖകൾ പോലെ ജീവിക്കുന്ന ഞങ്ങളെ തമ്മിലൊന്നിപ്പിക്കാൻ വഴിവെട്ടുന്ന നേരത്തിന് പോയി പിള്ളേരെ പഠിപ്പിക്കാൻ നോക്കടാ പുല്ലേ. ആ നേർരേഖയൊന്ന് വളച്ചെടുക്കാൻ വേണ്ടിയാടാ പുല്ലേ നിന്നോട് ഇതൊക്കെ ചെയ്യാൻ പണയുന്നത്. അവളെ കൈവിട്ട് കളയാതിരിക്കണമെങ്കിൽ ഇച്ചിരി വളഞ്ഞ വഴിയൊക്കെ പ്രയോഗിക്കാലേ പറ്റൂ. അല്ലാതെ ചുമ്മാ മസിലും പെരുപ്പിച്ച് കുന്തം വിഴുങ്ങിയതുപോലെ നിന്നാൽ അവളെ വികാസ് കൊത്തിക്കൊണ്ടു പോകും. സ്റ്റെഫിൻ അത് പറഞ്ഞതും റയാൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ആമിയെ മുൻനിർത്തി വികാസ് തന്നെ വെല്ലുവിളിച്ചതും മറ്റുമൊക്കെ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ അവൻ്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. എന്താടാ, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അവനിൽ നിന്ന് മറുപടിയൊന്നുമില്ലെന്ന് കണ്ട് സ്റ്റെഫിൻ വീണ്ടും ചോദിച്ചു. അവളുടെ ഇഷ്ടമില്ലാതെ അവനെന്നല്ല ഒരുത്തനും അവളെ എൻ്റെ അരികിൽ നിന്ന് എങ്ങോട്ടും കൊത്തിക്കൊണ്ടു പോകാൻ പോണില്ല. അങ്ങനെ വല്ലതും നടക്കണമെങ്കിൽ റയാൻ പോൾ ചത്തു തുലയണം. വികാസിനെ തൊട്ടു മുന്നിൽ കണ്ടെന്ന പോലെ റയാൻ മുരണ്ടു. ഉവ്വ, തൽക്കാലം സാറ് വന്ന് പെമ്പറന്നൂത്തിയെ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ അവളുമാരെല്ലാം കൂടി ബസ് കയറി പോകും. ദാ വരുന്നടാ. അല്ല, പെട്ടെന്നെന്ത് പറ്റി ഒരു സ്ട്രൈക്ക്? വിളമ്പിയ ചോറ് അടച്ചു വെച്ച് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ റയാൻ ചോദിച്ചു. ഇവിടെ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് 2 ദിവസമായി ഇട്ട് മിസ്സിംഗ് ആടാ. കുറച്ചു മുമ്പ് അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവിടെയും പോലീസ് വന്നിരുന്നു. അതോടെ പിള്ളേരും ഇളകി. സ്റ്റെഫിൻ പറഞ്ഞത് കേൾക്കുന്നതിനിടെ തന്നെ റയാൻ ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഞാൻ ദാ ഇറങ്ങി, നീ വെച്ചോ. കാറിലേക്ക് കയറിയതും റയാൻ പറഞ്ഞു. അവൻ കോൾ കട്ട് ചെയ്തതും സ്റ്റെഫിൻ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് തൻ്റെ ബാഗും എടുത്തുകൊണ്ട് സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി.